എല്ലാവർക്കും നമസ്കാരം. ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ പ്രായത്തെ ആസ്പദമാക്കിയുള്ള ഒരു സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മൾ എടുക്കുന്ന 6ാമത്തെ നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്രം. സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ള നക്ഷത്രഫലങ്ങളെ അപേക്ഷിച്ച് ഈ ശ്രേണിയിൽ ഇവിടെ ഈ പറഞ്ഞു പോകുന്ന നക്ഷത്രഫലങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്നാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു പ്രസൻറ്റ് ഏജ് അനുസരിച്ച്, അതായത് ജനനം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഏതവസ്ഥകളിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് ആ സമയത്തെ അല്ലെങ്കിൽ ആ സമയം മുതൽ അങ്ങോട്ടുള്ള തൽസ്ഥിതി നിങ്ങൾക്കിതിൽ നിന്നും അനലൈസ് ചെയ്യാൻ സാധിക്കും. അതായത് സ്വന്തമായി ചിന്തിച്ചെടുക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ ഇവിടെ ലൈഫ് ടൈം ജാതക വിശകലനത്തിൻ്റെ ഭാഗമായി എടുക്കുന്ന നക്ഷത്രം ഈ പറഞ്ഞ തിരുവാതിര നക്ഷത്രം. അപ്പോൾ ഈ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഫലപ്രവചനം ഒരു വാക്ക് പോലും മിസ് ചെയ്യാതെ കേൾക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങളുടെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിൻറ്റും ഞാനിവിടെ കൃത്യമായി ടാഗ് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വെറുതെ വലിച്ചു വാരി പറഞ്ഞ് സമയം കളയില്ല. പകരം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ അതേതൊക്കെയാണെന്ന് വ്യക്തമായി പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളിനി പിന്നിടാൻ പോകുന്ന നിങ്ങളുടെ ആ ഓരോ പ്രായത്തിലും ഞാൻ ഇനി എന്ത് മുൻകരുതലുകൾ എടുക്കണമെന്ന് ചിന്തിച്ച് നിങ്ങൾ തല പുകയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്കൊരു ചൂണ്ടുപലക പോലെ അടുത്ത് നിങ്ങളുടെ ടാസ്ക് എന്ത് എന്ന് കൃത്യമായി ഇവിടെ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പ്രായം വെച്ചുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ, അതിനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്ക് ഫലം അറിയേണ്ട വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പക്ഷേ ഞാനിവിടെ ഫലം പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഏജ് മുതലല്ല. കാരണം ആയുഷ്കാല ഫലമായതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രത്തിൻ്റെയും ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞു പോയ ആ കാര്യങ്ങൾ ഞാൻ പറയുന്നത് അത് കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 100% ഉറപ്പിക്കാം, വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവചിക്കാൻ പോകുന്ന നിങ്ങളുടെ ഭാവി ഫലങ്ങളും വളരെ കൃത്യമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് ഒരാളുടെ ജാതകത്തിലെ ആ കഴിഞ്ഞുപോയ പാസ്റ്റും വരാനുള്ള ഫ്യൂച്ചറും ഏകീകരിച്ച് ഫലം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് തെറ്റില്ല എന്ന് ഇതിൽ നിന്നും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു പോകാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 6ാമത്തെ നക്ഷത്രമായ നിഗൂഢതകളുടെയും അതേസമയം തന്നെ പെട്ടെന്നുള്ള മാറ്റങ്ങളുടെയും പ്രതീകമായിട്ടുള്ള രാഹു ഭരിക്കുന്ന അല്ലെങ്കിൽ രാഹു നക്ഷത്രനാഥനായിട്ടുള്ള അതീവ ശക്തിയുള്ളൊരു നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്രം. മാത്രവുമല്ല, വിശ്വാസപ്രകാരം പരമശിവൻ്റെ ജന്മനക്ഷത്രമായിട്ടാണ് ഈ തിരുവാതിര നക്ഷത്രത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ രുദ്രഭാവവും അതോടൊപ്പം സൗമ്യഭാവവും കാരുണ്യവും ഒരുപോലെ ഈ നക്ഷത്രക്കാരിൽ പ്രകടമാകും. ഈ ജ്യോതിഷത്തിൽ കണ്ണീർത്തുള്ളിയാണ് ഇതിൻ്റെ അടയാളമായി പറയുന്നത്. ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഇവർക്ക് ഒരുപാട് സങ്കടങ്ങളിലൂടെയോ പ്രതിസന്ധികളിലൂടെയോ ഒക്കെ കടന്നു പോകേണ്ടി വരുമെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് പിന്നീടുള്ള ഇവരുടെ ആ ജീവിത കാലഘട്ടത്തിൽ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള ആ ഒരു പ്രത്യേക കഴിവ് പ്രകൃതിദത്തമായി തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ നക്ഷത്രം വരുന്നത് മുഴുവനായും മിഥുനക്കൂറിലാണ്. രാശ്യാധിപൻ ബുധനും നക്ഷത്രാധിപൻ രാഹുവുമായതുകൊണ്ട് കഠിനമായ ബുദ്ധിശക്തിയും കൃത്യമായ ആസൂത്രണവും വിചാരിച്ച കാര്യം എങ്ങനെയും നേടിയെടുക്കാനുള്ള കൗശലവും ഒരുപോലെ സമ്മേളിച്ച ഒരു അത്ഭുത നക്ഷത്രമാണ് ഈ പറഞ്ഞ തിരുവാതിര നക്ഷത്രം. മാത്രവുമല്ല, ഉള്ളിൽ എത്ര സങ്കടങ്ങൾ ഉണ്ടായാലും പുറമേക്ക് എപ്പോഴും ചിരിച്ചു കാണിക്കുന്നവർ, സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഏറ്റവും ഉചിതമായ സമയത്ത് സത്യങ്ങൾ വിളിച്ചു പറയുന്നവർ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ തിരുവാതിര നക്ഷത്രക്കാരെ തീർച്ചയായും വിശേഷിപ്പിക്കാം. എന്നാൽ ജീവിതത്തിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും കൃത്യമായ മാറ്റങ്ങൾ വരുമ്പോൾ ജീവിതത്തിലെ ഒന്നുമില്ലായ്മയിൽ നിന്നും അവരുടെ സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കുന്നവരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ. ഈ പറഞ്ഞതെല്ലാം ഇവരിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന
ചില ഫലങ്ങളാണ്. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടമാവുന്നതെന്ന് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. രാഹുവിൻ്റെ മഹാദശയിലാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം അല്പം കഠിനമായ സാഹചര്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളിലൂടെയോ ആയിരിക്കും കടന്നു പോകുക. ആരോഗ്യപരമായി ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ചർമ്മസംബന്ധമായിട്ടുള്ള അലർജികൾ, ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷം, പനി എന്നിവ ഈ പ്രായത്തിൽ ഇവർക്ക് സർവ്വസാധാരണമാണ്. എന്നാൽ ജന്മനാ തന്നെ ഇവരുടെ ജാതകത്തിൽ രാഹുവിൻ്റെ ആ സ്വാധീനം ഉള്ളതുകൊണ്ട് അപ്രതീക്ഷിതമായ ചില രോഗഭയങ്ങൾ ഈ പ്രായത്തിൽ ഇവരുടെ മാതാപിതാക്കളെ ആശങ്കപ്പെടുത്തിയേക്കാം. ഇനി ഇവരുടെ സ്വഭാവത്തിലേക്ക് വന്നാൽ ചെറുപ്പത്തിലെ അതീവ വാശിക്കാരായിരിക്കും. കാരണം അവർ പിടിച്ച കാര്യം അവർക്ക് കിട്ടിയേ പറ്റൂ. എന്നാൽ ബുദ്ധിയുടെ കാര്യത്തിൽ മറ്റുള്ള കുട്ടികളെക്കാൾ ഒരു പടി മുന്നിലായിരിക്കും ഇവരുടെ സ്ഥാനം. അധ്യാപകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ചോദ്യങ്ങളായിരിക്കും ഇവർ ഈ സമയത്ത് ചോദിക്കാറുള്ളത്. മനസ്സിൽ എപ്പോഴും വലിയ ചിന്തകളോടും കൗതുകത്തോടും കൂടിയായിരിക്കും ഇവർ ഈ 15 വയസ്സ് വരെയുള്ള ഇവരുടെ ഈ കാലഘട്ടം പൂർത്തിയാക്കുന്നത്. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഒന്ന് നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന വ്യാഴദശ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങളും ലക്ഷ്യബോധവും കൊണ്ടുവരുന്ന ആ ഒരു സുവർണ സമയമാണ്. പ്രത്യേകിച്ച് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇതിലെ ഈ വിദ്യാർത്ഥികൾക്ക് വ്യാഴം അനുകൂലമായി വരുന്നതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിലും കരിയറിലും വലിയ മുന്നേറ്റം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. എൻജിനീയറിങ്, റിസർച്ച്, മെഡിക്കൽ ഫീൽഡ്, ബാങ്കിങ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് എന്നിവയൊക്കെ ഈ പ്രായത്തിലാണ് ഇവർ തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. എന്നാൽ 22 വയസ്സിന് ശേഷം സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാന മാർഗം ഇവർ ഉറപ്പായിട്ടും കണ്ടെത്തും. എന്നാൽ ഈ പ്രായത്തിൽ ജാതകത്തിൽ ശനി അല്ലെങ്കിൽ ചൊവ്വയുടെ സ്വാധീനം വരികയാണെങ്കിൽ കടുത്ത പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനും എടുത്തുചാട്ടം കാരണം ആ ബന്ധങ്ങളിൽ വലിയ തകർച്ചയോ വഞ്ചനയോ നേരിടേണ്ടി വരാനും സാധ്യത വ്യക്തമായി കാണുന്നുണ്ട്. എന്നാൽ 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലയളവിലാണ് ഇവരുടെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു സ്ഥിരത കൈവരിക്കുന്നത്. 26 വയസ്സിന് ശേഷം ഇവരുടെ വിവാഹപ്രായം ഉറപ്പായിട്ടും തെളിയും. പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ജാതക പൊരുത്തം വളരെ കൃത്യമായി നോക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി നിങ്ങൾക്ക് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ സഞ്ചാരഗതി നോക്കുമ്പോൾ ഇവിടെ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യവയസ്ക കാലഘട്ടമാണ് ഈ പറഞ്ഞ ആ ഒരു സമയം. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 എന്നീ വയസ്സുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് 50 വയസ്സിൽ എത്തിച്ചേരുന്ന നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതം എങ്ങനെയുണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ കാണുന്നത് നിങ്ങൾക്ക് 30കളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 35 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഈ പ്രായത്തിൽ ശനി നിങ്ങൾക്ക് ഗുണവാനായി മാറുന്നതുകൊണ്ട് കർമ്മരംഗങ്ങളിൽ വലിയ പദവിയും ഉയർച്ചയും പുരോഗതിയും തീർച്ചയായിട്ടും വന്നു ചേരും. ഈ സമയത്ത് വ്യാഴം അനുകൂല രാശിയിൽ വരുന്നതുകൊണ്ട് സ്വന്തമായി വീട്, ഭൂമി, വാഹനം അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. എന്നാൽ 42 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സംജാതമാകുന്ന ചില ഗ്രഹമാറ്റങ്ങൾ കാരണം ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് അനാവശ്യമായ തടസ്സങ്ങളോ അല്ലെങ്കിൽ ഒപ്പമുള്ളവരിൽ നിന്നുള്ള വഞ്ചനയോ നിങ്ങൾ നേരിടേണ്ടി വരാം. മറ്റുള്ളവരെ ഈ സമയത്ത് നിങ്ങൾ അമിതമായി വിശ്വസിച്ച് വലിയ തുകകൾ അവർക്ക് കടം കൊടുക്കുകയോ ഇനി അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയോ ചെയ്താൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള അവസ്ഥാന്തരങ്ങൾ വന്നുപെട്ടേക്കാം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പങ്കാളിയുമായി ചെറിയ രീതിയിലുള്ള ഈഗോ പ്രശ്നങ്ങൾ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങളോ ഈ പ്രായത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ 45 വയസ്സിന് ശേഷം നിങ്ങളുടെ കരിയറിലും സാമ്പത്തിക നിലയിലും നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു ഉന്നത നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ഈ സമയങ്ങളിൽ കുട്ടികളുടെ പഠനം, അവരുടെ ഉന്നതി എന്നിവ കണ്ട് ഏറെ സന്തോഷം തരുന്നൊരു കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക് ഈ 45 വയസ്സിന് ശേഷം 49കളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ
നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. ഇനി അടുത്തത് പക്വതയുടെ കാലം, അതായത് 50 മുതൽ 70 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ ഒരു ജീവിതം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ കടക്കുകയാണെങ്കിൽ എന്ന് പദം പ്രയോഗിക്കുകയാണ് കൂടുതൽ ഉചിതം. എന്തുകൊണ്ടെന്നാൽ ഇവിടെ കടക്കുകയാണെങ്കിൽ എന്ന് പറയാനുള്ള കാരണം എന്തെന്നാൽ, ഈ പറഞ്ഞ എല്ലാ തിരുവാതിര നക്ഷത്രക്കാരും അവരുടെ 80 വയസ്സ് വരെ അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രായത്തിലേക്ക് കടക്കുന്നവരുടെ ഫലങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. അങ്ങനെ വേണം നമ്മൾ ഈ നക്ഷത്രത്തിൻ്റെ മാത്രമല്ല എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതുപ്രകാരം നോക്കുമ്പോൾ നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്കുള്ള വലിയൊരു അധികാരത്തിൻ്റെയും സമൂഹത്തിൽ വലിയൊരു ലീഡർഷിപ്പ് സ്ഥാനം നേടിയെടുക്കുന്നതിൻ്റെയും ആ ഒരു കാലഘട്ടമാണ് സംജാതമാകുന്നത്. പറയാൻ കാരണം 55 വയസ്സിന് ശേഷം വരുന്ന ശനിദശയുടെയും അല്ലെങ്കിൽ ബുധദശയുടെയോ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗം സമാഗതമാകും. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് വരുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിലും കുടുംബത്തിലും വലിയൊരു ആദരവും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും. ഒട്ടുമിക്ക തിരുവാതിര നക്ഷത്രക്കാരും ഈ പ്രായത്തിൽ മക്കൾക്ക് വേണ്ടി അവരുടെ കടമകളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി സാമ്പത്തികമായി തികച്ചും സുരക്ഷിതമായ ഒരു നിലയിലായിരിക്കും എത്തി നിൽക്കുക. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ തന്നെയാണ്. അതെന്തുകൊണ്ടെന്നാൽ 58 വയസ്സിന് ശേഷം വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, യൂറിനറി ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം അത് പരിധി വിട്ട് അധികരിക്കുക, പ്രമേഹം പോലുള്ള ജീവിതശൈലീ രോഗങ്ങൾ നിങ്ങളെ ഈ സമയം തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണക്രമങ്ങളിൽ തീർച്ചയായിട്ടും ശ്രദ്ധ പുലർത്തണം. അതുപോലെ തന്നെ ഡെയിലിയുള്ള ആരോഗ്യ പരിപാലനത്തിൽ, അതായത് യോഗ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള നടത്തം എന്നിവയിലും ശ്രദ്ധിക്കാം. എന്നാൽ ഈ സമയങ്ങളിൽ മക്കളുടെ വിവാഹ കാര്യങ്ങൾ ഭംഗിയായി നടന്നു കിട്ടും. കുടുംബത്തിൽ ഐശ്വര്യം തീർച്ചയായിട്ടും നിലനിൽക്കുകയും ചെയ്യും. ഇനി അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 മുതൽ 90 വയസ്സും അതിന് മുകളിലും ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, അതായത് 75, 80, 85, 90 വയസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായന്തന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പരിപൂർണമായി നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ആ ഒരു ഈശ്വര ചിന്തയിലേക്കും ഈ പറഞ്ഞ സ്വസ്ഥതയിലേക്കും തിരിയുന്ന ആ ഒരു സുന്ദരമായ ആത്മീയ കാലഘട്ടമാണ് നിങ്ങൾക്ക് സംജാതമാവുന്നത്. പ്രത്യേകിച്ചും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും മറ്റുള്ളവർക്ക് നല്ലൊരു വഴികാട്ടിയാകാനും ഈ പ്രായത്തിൽ നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും സാധിക്കും. കാരണം നിങ്ങൾ ആ സമയത്ത് അതിലേക്കായിരിക്കും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. മാത്രവുമല്ല, നിങ്ങൾ നേരിട്ട പ്രതിസന്ധികളിലൂടെയും നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയും നിങ്ങൾ സ്വയം ആർജിച്ചെടുത്ത നേട്ടങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സ്വയം അഭിമാനിക്കുന്ന ആ ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ സംജാതമാകുന്നത്. ഈ അവസ്ഥയിൽ തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം തൻ്റെ ഇടത്തോടെയും അന്തസ്സോടെയും ഇവരുടെ ആ ഒരു വാർദ്ധക്യകാലം നയിക്കാൻ ഭാഗ്യമുള്ളവരാണ്. മാത്രവുമല്ല, കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും കൃത്യമായ ബഹുമാനവും പരിചരണവും ഇവർക്ക് ഈ സമയം കൂട്ടിനുണ്ടാകും. അതിന് നിങ്ങൾക്ക് 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ ഒരു ജീവിതം ഒന്ന് പരിശോധിച്ചാൽ തിരുവാതിര നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ ഒരുപാട് കണ്ണീരിലൂടെയും കഠിന ശ്രമങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരാണ്. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മധ്യവയസ്സിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവർ അസൂയപ്പെടുന്ന രീതിയിൽ സർവ്വപ്രതാപത്തോടും കൂടി ജീവിക്കുന്നവരുമാണ്. കാരണം ഇങ്ങനെയാണ് കൃത്യമായി ഫലങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട, അതായത് പ്രായവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ജ്യോതിഷ ഫലപ്രവചനങ്ങളായിട്ട് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളെ കുറിച്ചിട്ട് ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഇതിൽ പറയാൻ പോകുന്ന ഫലങ്ങൾക്ക് അല്പസ്വല്പം മാറ്റങ്ങൾ വന്നേക്കാം. എങ്കിലും പൊതുവായ ഫലം നോക്കുമ്പോൾ നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും രാഹുദോഷങ്ങൾ അകന്ന് വലിയ ഐശ്വര്യവും അഭിവൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനും നിങ്ങൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ, അതായത് ആഴ്ചയിലെ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭഗവാന് ധാര കഴിക്കാം, കൂവളമാല വഴിപാട് കൊടുക്കാം, അതുപോലുള്ള ചെറിയ ചെറിയ വഴിപാടുകൾ കൊടുക്കുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണെന്നുള്ളതും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് എന്നുള്ളതും
താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ആ കൃത്യതയെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരുടെ ലൈഫ് ടൈം പ്രവചനങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.